10-ാം സ്ഥലം, ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. 10-ാം ഇടം എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം നമ്മൾ വാർത്തകളിലൊക്കെ ഏറെ ശ്രദ്ധിച്ച ഒരു മുഖമാണ്. ഫാദർ സ്റ്റാൻ സ്വാമി ജാർഖണ്ഡിലെ ആദിവാസികൾക്കിടയിൽ അവർക്കിടയിൽ താമസിച്ച് അവരുടെ സന്തോഷങ്ങൾക്കും അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പോരാടിയ ഒരു വൃദ്ധനായ വൈദികൻ. ആ മനുഷ്യൻ 84-ാം വയസ്സിലാണ് രാജദ്രോഹ കുറ്റം ചുമത്തി തടവറയിലാക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചെറുപ്പമാകുമ്പോൾ എന്തും ഏതും ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ട്. പക്ഷെ വാർദ്ധക്യമൊന്ന് കടന്നു വരുമ്പോൾ ഓടി നടന്നവൻ പതിയെ പതിയെ നടക്കാനായിട്ട് തുടങ്ങും. ചാടി നടന്നവൻ ചാടാതെയാകും. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു വചനം, ഒരു വാക്യം ഇങ്ങനെയാണ്: എ കേജ്ഡ് ബേർഡ് ക്യാൻ സ്റ്റിൽ സിംഗ്. അതായത് തടവറയിൽ കഴിയുന്ന അല്ലെങ്കിൽ കൂട്ടിൽ കഴിയുന്ന ഒരു പക്ഷിക്ക് പാടാനായിട്ട് സാധിക്കും, പറക്കാൻ പറ്റിയില്ലെങ്കിലും. അത് തീർച്ചയായിട്ടും തെളിഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ഫാദർ സ്റ്റാൻ സ്വാമി. അദ്ദേഹത്തിന് 84-ാം വയസ്സിലാണ് ഇദ്ദേഹം തടങ്കിലാകുന്നത്. ആ സമയത്ത് പാർക്കിൻസൺസ് രോഗമുണ്ട്. വൃദ്ധനായതുകൊണ്ട് തന്നെയും കൈകാലുകൾ വിറയ്ക്കും. അപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം നേരെ ചൊവ്വേ കഴിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ വീട്ടിൽ അപ്പാപ്പമാരും അമ്മമാരും അങ്ങനെയൊക്കെയാണോ പ്രായത്തുമ്പോൾ? അതുപോലെ അവരുടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന യഥാർത്ഥ ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ, നീതിക്ക് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പോരാടുകയാണ്. ആ മനുഷ്യനെയാണ് ഭരണകൂടം ഈശോയുടെ വസ്ത്രങ്ങൾ ഊരി അപമാനിച്ചതുപോലെ ബേസിക്കായിട്ടുള്ള നീഡ്സ് പോലും നൽകാതെ ആ മനുഷ്യൻ്റെ അവകാശങ്ങളെ നിഷേധിച്ച്, അവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ച് തടവിലാക്കുന്നത്. ഇവിടെയും തെളിയുന്നത് ക്രിസ്തുമുഖം തന്നെയാണ്. ഇദ്ദേഹം ഒരു സിപ്പർ കപ്പിനായിട്ട്, വെള്ളം കുടിക്കാനായിട്ട് ഒരു സിപ്പർ കപ്പിനായിട്ട് തൻ്റെ അധികാരികളോട് ചോദിക്കുന്നുണ്ട്. അതുപോലും അവിടെ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആഴ്ചകൾ കഴിഞ്ഞു. ഇദ്ദേഹം മരിക്കുന്നത് ഒരു ആശുപത്രി കിടക്കയിലാണ്. ഏകാന്തതയിലാണ് മരിക്കുന്നത്. സുഹൃത്തുക്കളോ ബന്ധുക്കളോ മാതാപിതാക്കളോ ആരുമില്ലാതെ മരിക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ ആരെയും അപമാനിക്കാതിരിക്കാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, സന്തോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ജീവിതത്തിൻ്റെ കയറ്റങ്ങളിലൂടെ ഇറക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഓരോ മനുഷ്യനും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. ആ മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കാനുള്ള കൃപ വേണം. സത്യത്തിന് നീതിക്ക് വേണ്ടി നിൽക്കുന്നവനെ തളർത്തുകയല്ല, ഉയർത്തുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പേരെ അപമാനിച്ചിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സ്വാതന്ത്ര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഈ ഒരിടം നമ്മളോട് പറയുന്നതും നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ്: ആരെയും അപമാനിക്കാതിരിക്കുക. അത് നിൻ്റെ വാക്കുകളിലൂടെ ആകാതിരിക്കട്ടെ, പ്രവൃത്തികളിലൂടെ ആകാതിരിക്കട്ടെ, ഈവൻ ചിന്തകളിലൂടെ ആകാതിരിക്കട്ടെ.